നമസ്കാരം. കഴിഞ്ഞ 10-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു റിട്ട് പെറ്റീഷനിൽ വാക്കാൽ ഒരു പരാമർശം നടത്തുകയുണ്ടായി. അത് മുനമ്പത്തെ മാത്രമല്ല, കേരളത്തെ മൊത്തം ഭാവിയിൽ ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു പരാമർശമാണ്. പക്ഷേ അതിൻ്റെ പ്രാധാന്യം ആരും മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. നാം നമ്മുടെ വഖഫ് ബോർഡിൻ്റെ വെബ്സൈറ്റ് നേരത്തെ പരിശോധിച്ചിരുന്നു എങ്കിൽ അതിൽ നമുക്ക് ഏകദേശം 3000 ഏക്കറോളം വസ്തു വഖഫ് പ്രോപ്പർട്ടിയായിട്ട് ഇയർമാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയുമായിരുന്നു. അത് നിങ്ങളുടെ വസ്തുവാണോ അത് എൻ്റെയും വസ്തു അതിലുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് വഖഫും വഖഫ് ട്രൈബ്യൂണലും. ഇവിടെ TG മോഹൻദാസിനെയൊക്കെ പോലെയുള്ള പലരും സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും കാരണവശാൽ ഒരുപക്ഷെ നിങ്ങളുടെ വസ്തു വഖഫ് ബോർഡ് ക്ലെയിം ചെയ്താൽ നിങ്ങളൊന്നും പേടിക്കേണ്ടതില്ല എന്നും, നേരെ ഹൈക്കോടതിയിൽ പോയിട്ട് ആർട്ടിക്കിൾ 226 പ്രകാരം ഒരു റിട്ട് പെറ്റീഷൻ നൽകിയാൽ മതിയെന്നും അതിലൂടെ നിങ്ങൾക്ക് പരിഹാരം കിട്ടും എന്നുമൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ ഈ വിധി എന്താണ്? 27-ാം തീയതി കോടതി ഫോർമലായിട്ടൊരു ഉത്തരവ് പുറപ്പെടുവിക്കും. കോടതി എന്ന് പറഞ്ഞത് എന്താണ്? ഇത് വസ്തു ആരുടേതെന്ന തർക്കമാണ്, ടൈറ്റിൽ ആരുടേതാണെന്ന് നിർണ്ണയിക്കേണ്ട ഒരു കേസാണ്. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട്. അത് തെളിവിൻ്റെ ഒരു ചോദ്യമാണ്. തെളിവ് പ്രകാരം തെളിയിക്കപ്പെടേണ്ട ഒരു വസ്തുത ആണ്. എന്നിട്ട് കോടതി ചോദിച്ചു, ഈ രീതിക്കാണോ നിങ്ങൾ വഖഫ് ആക്ടിനെ ചലഞ്ച് ചെയ്യുന്നത്? ഒരു പ്രോപ്പർട്ടി ആരുടേതാണെന്ന് നിർണ്ണയിക്കാൻ ഒരു സിവിൽ കോടതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആർട്ടിക്കിൾ 226 പ്രകാരം നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കൂ. സിവിൽ കോടതി എന്നാണ് പറഞ്ഞത്, പക്ഷേ വഖഫുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുകളിലെ സിവിൽ കോടതി എന്ന് പറയുന്നത് വഖഫ് ട്രിബ്യൂണലാണ്. അതിൻ്റെ ഒരു സിവിൽ കോടതിയുടെ അധികാരമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനി അവർ വഖഫ് ട്രിബ്യൂണലിലേക്ക് പോകും. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ ഈ വഖഫ് ട്രിബ്യൂണൽ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഹൈക്കോടതി പറഞ്ഞു, നിങ്ങളെ ആരും തൽക്കാലം ഒഴിപ്പിക്കില്ല, അത് ഞങ്ങൾ സംരക്ഷിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു സ്റ്റേ ഓർഡർ നൽകാം, നിങ്ങളെ ഒഴിപ്പിക്കാതിരിക്കാനുള്ള ഒരു സ്റ്റേ ഓർഡർ. നിങ്ങൾ വഖഫ് ട്രൈബ്യൂണലിൽ പോയതിനു ശേഷം ഒരു ഫ്രഷ് സ്റ്റേ ഓർഡർ അവിടെ നിന്നും വാങ്ങണം. അതുവരെ ഞങ്ങളുടെ സ്റ്റേ ഓർഡർ നിലനിൽക്കുന്നത് ആണ്. അതിനുശേഷം ഈ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടിയാണോ അതോ ഇപ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ പ്രോപ്പർട്ടി ആണോ എന്ന് വഖഫ് ട്രിബ്യൂണൽ തീരുമാനിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഏകദേശം 4 മാസമായിട്ട് ഞാൻ വളരെ ആക്റ്റീവായിട്ട് മുനമ്പത്തെ വഖഫ് ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് പഠനങ്ങളും പ്രവർത്തനങ്ങളും നടത്തി വരികയാണ്. ഫാദർ ജോഷി മയ്യാറ്റിൽ ആയിട്ടും മുനമ്പം ഭൂ സംരക്ഷണ സമിതിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിച്ചു വരികയായിരുന്നു. എൻ്റെ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ വഖഫ് ബോർഡിൻ്റെ മുനമ്പം വഖഫാണ് എന്ന് അവകാശപ്പെടുന്ന ആ അവകാശവാദത്തിൻ്റെ അടിവേരറുക്കുന്ന ഒരു പ്രമാണം, ഒരു നിയമവശം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കണ്ടെത്തുകയുണ്ടായി. രജിസ്റ്റർ ചെയ്യപ്പെട്ട ആധാരങ്ങളുടെ വെളിച്ചത്തിലാണ് അത്തരം ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും മുനമ്പംകാരുടെ പ്രശ്ന പരിഹാരത്തിന് അവരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ ഞാൻ അവരുമായി സഹകരിച്ച് തുടങ്ങിയ അന്നേ തൊട്ടേ ഞാൻ അവരോട് പറയുകയുണ്ടായി, നിങ്ങൾ ഈ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷനുമായിട്ട് നടക്കരുത്, നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു പരിഹാരവും കിട്ടില്ല, നിങ്ങൾ എത്രയും വേഗം വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ അവർ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അതിന്
ചെവി കൊടുത്തില്ല. അതിനെ നിഷ്കരുണം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അതിൽ മനംതൊന്നാണ് ഞാൻ ഈ പുതിയ ഒരു കണ്ടെത്തൽ നടത്തിയതിനു ശേഷം അവരുമായി യാത്ര പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത്. അത് സദയം കാണുക. അതുകൊണ്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയും. കാരണം ഞാൻ ഒരുപാട് 4 മാസമായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. പക്ഷെ അവർ പുല്ല് വിലയെ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ ഡോക്യുമെന്റുകൾ അടിയന്തരമായിട്ട് ട്രിബ്യൂണലിൽ ആ കേസിൽ കക്ഷിയാണെന്നത് പ്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ തന്നെ മുനമ്പം, ചാവക്കാട്, തളിപ്പറമ്പ, കോഴിക്കോട്, അങ്ങനെ വീണ്ടും മറ്റു പല ഭാഗങ്ങളിലും വഖഫ് ബോർഡ് ക്ലെയിം ഉന്നയിച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ ഒരു വസ്തുത മനസ്സിലാക്കണം. നിങ്ങൾ വഖഫുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്ന പരിഹാരത്തിന് നിങ്ങളുടെ വിലപ്പെട്ട സമയവും ഊർജവും പണവും ഒക്കെ മുടക്കി യാതൊരു കാരണവശാലും ഹൈക്കോടതിയിൽ പോകരുത്. നിങ്ങൾക്ക് പോകാനുള്ള ഏക സ്ഥലം എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണൽ മാത്രമാണ് എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയ ഈ പരാമർശം വളരെ വളരെ ദൂരവ്യാപകമാണ്. അതിൻ്റെ പ്രസക്തി വഖഫ് ബോർഡോ മുനമ്പത്തെ ജനങ്ങളോ ആരും തന്നെ അറിയുന്നില്ല. കാരണം നമ്മൾ ചാനൽ ചർച്ചകളിലൊക്കെ കാണാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വഖഫ് മന്ത്രി പറയും ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ്. ഇപ്പം KM ഷാജി വിളിച്ചു പറഞ്ഞു ഇതൊരു വഖഫ് പ്രോപ്പർട്ടിയാണ്. അങ്ങനെ പല രീതിക്കും വ്യാഖ്യാനങ്ങൾ നടത്തുന്നത് ഒറ്റ കാരണത്താലാണ്. അതായത് എല്ലാവരും പറയുന്നു 1971 പറവൂർ സബ് കോടതിയുടെ വിധിയിൽ മുനമ്പം വസ്തു ഒരു വഖഫ് വസ്തുവാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് ഹൈക്കോടതിയും ശരിവച്ചിട്ടുള്ളതാണ്. ചാനൽ ചർച്ചകളിലും മറ്റും വഖഫ് അനുകൂലികളായ ആൾക്കാർ വന്നിരുന്ന് വിളിച്ചു പറയുന്നത് നിങ്ങൾ ഏവരും കേട്ടുകയാണ്. കാരണം 1971 പറവൂർ സബ് കോടതിയുടെ OS നമ്പർ 53/1967 എന്ന കേസിൽ കോടതി ആ വസ്തുവിനെ ഒരു വഖഫായി പ്രഖ്യാപിച്ചു എന്നാണ്. അതുതന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും പറഞ്ഞു എന്നാണ് എല്ലാവരുടെയും അവകാശവാദം. ഇത് ആൾക്കാരുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ട്. ഒരു കോടതി, ഹൈക്കോടതി വരെ ഒരിക്കൽ വഖഫ് എന്ന് പറഞ്ഞ വസ്തു പിന്നെ എങ്ങനെ ഈ മുനമ്പത്തെ ആൾക്കാർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യമാണ്. എൻ്റെ ഒരു ചോദ്യം, അങ്ങനെ ഹൈക്കോടതി പറഞ്ഞിരുന്നു എങ്കിൽ ഈ വസ്തു ഒരു വഖഫ് വസ്തുവാണോ അല്ലയോ എന്ന് വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ ഇപ്പോൾ ഫറൂഖ് കോളേജും പിന്നെ ഈ വഖഫ് ബോർഡും തമ്മിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. അപ്പീൽ കേസാണ്. ബോർഡിന്റെ വിധിക്കെതിരെ, തീരുമാനത്തിനെതിരെ ഒരു അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. അത് സത്യമായിരുന്നു എങ്കിൽ വഖഫ് ട്രിബ്യൂണലിന് വീണ്ടും അങ്ങനെ ഒരു കേസ് കേൾക്കാനും തീരുമാനമെടുക്കാനും സാധിക്കുമോ? ഹൈക്കോടതിയുടെ ഡിസിഷൻ എന്നേക്കും ഫൈനലായി മാറിയില്ലായിരുന്നു. മോറോവർ, അങ്ങനെ അത് സത്യമായിരുന്നു എങ്കിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് ഈ കഴിഞ്ഞ 10-ാം തീയതി ഇത്തരം ഒരു പരാമർശം നടത്താൻ സാധിക്കുമായിരുന്നു. നിങ്ങൾ വീണ്ടും ട്രൈബ്യൂണലിലേക്ക് പോകാൻ ഡയറക്ഷൻ കൊടുക്കുമായിരുന്നു. ഒരിക്കലും ഇല്ലല്ലോ. കോടതി പറഞ്ഞാൽ ഇതൊരു വഖഫ് പ്രോപ്പർട്ടിയാണ്. അത് 1975 ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റീഷൻ തള്ളിക്കളയുന്നു എന്ന് മാത്രമേ പറയുകയുള്ളായിരുന്നു. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ ട്രിബ്യൂണലിൽ പോയി ഉടമസ്ഥാവകാശം ആരുടേതാണെന്ന് തെളിയിക്കൂ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ വഖഫ് അനുകൂലികളോട് പറയാനുള്ള ഒരു കാര്യം, ഇനിയെങ്കിലും അത്തരത്തിലുള്ള സത്യവിരുദ്ധമായ പ്രഖ്യാപനങ്ങളും പ്രഘോഷണങ്ങളും ഒരിക്കലും നടത്തരുത്. അപ്പോൾ ഇനി മുനമ്പത്തെ ജനങ്ങൾക്ക് ഉള്ള ആശ്രയം വഖഫ് ട്രൈബ്യൂണലാണ്. എന്താണ് ഈ വഖഫ് ട്രിബ്യൂണൽ? ഭാവിയിൽ നമുക്കും ഒരുപക്ഷെ പോകേണ്ടി വരും. ഇതിന് ഭരണഘടനയുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടോ? അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവിടെ നമ്മൾ പോയാൽ നമുക്ക് നീതി ലഭിക്കുമോ എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അതിനാൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ, കുറച്ചുകൂടി ഭാഗങ്ങളുണ്ട്, അതുകൂടി കണ്ടിട്ട് മാത്രമേ ഇതിൽ നിന്നും പിന്തിരിയാവൂ. അതിനു മുമ്പ് നമുക്ക് വാഴക്കുല അനിൽ മുഹമ്മദിന്റെ വഖഫ് ട്രൈബ്യൂണലിനെ കുറിച്ചുള്ള വിവരണം ഒന്ന് കേൾക്കാം. എന്താ വഖഫ് ട്രൈബ്യൂണൽ?
വഖഫ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ചില ട്രിബ്യൂണലുകൾ നമ്മുടെ രാജ്യത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുണ്ട്, ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ. വഖഫ് ട്രിബ്യൂണൽ വഖഫുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ കേസുമായി ബന്ധപ്പെട്ടൊരു ദേവസ്വം ബോർഡ് ബെഞ്ചുണ്ട്. ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞിട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ട്രിബ്യൂണലുണ്ട്. ഈ ട്രിബ്യൂണലിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് ഒരു കക്ഷി കൊടുക്കേണ്ടത്. ഈ ട്രിബ്യൂണലിൽ ഇയാൾ ഓടെ പറഞ്ഞങ്ങ് പോയില്ലേ, ഒരു മുസ്ലിം മതപണ്ഡിതനൊക്കെ. യഥാർത്ഥത്തിൽ ട്രിബ്യൂണലിൽ എന്താ ചെയ്യുന്നത്? ഒരാൾ അപ്പീൽ കൊടുത്താൽ ആ ട്രിബ്യൂണലിലെ ജഡ്ജിമാരാരൊക്കെയാണെന്നറിയോ? ഇപ്പോൾ രാജൻ തട്ടിൽ പറയുന്ന സാറാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ ജഡ്ജിയുടെ റാങ്കിലുള്ള ആളാണ്. ഇതിന് മുമ്പിരുന്നത് സോമൻ സാറാണ്. അവിടെ ഒരു മുസ്ലിം ജഡ്ജി പോലും അല്ല. കാരണം മുസ്ലിമും ഹിന്ദു എന്ന് പറയുന്ന വിഷയമില്ല അതിൽ നിയമപരമായി പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഒരു ട്രിബ്യൂണലാണ്, ഒരു ആക്റ്റാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിൽ മറ്റൊരംഗമുള്ളത് ആരാന്നറിയുമോ? അതൊരു ADM റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അതും മുസ്ലിം ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. മൂന്നാമതൊരു നിയമവിദഗ്ധനെ പറഞ്ഞിട്ടുള്ളൂ. അതും ഒരു മുസ്ലിം ആവണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതെന്താ ഇത്? രാജഭരണമോ? ബ്രിട്ടീഷുകാരെ ഓടിച്ചിട്ട് സ്റ്റാൻലി ഞങ്ങൾ വേറെ ഒരു ഇന്ത്യയിൽ ഒരു ഭരണഘടനയൊക്കെ ഉണ്ടാക്കി. ഇനി നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് എഴുതപ്പെട്ടത് അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ടത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിവരണം കൂടി കേൾക്കുക. ഇന്ത്യയിലെ ജനകീയ നേതാക്കൾ, ഈ സ്വാതന്ത്ര്യ സമരത്തിൽ എന്തെങ്കിലുമൊക്കെ പങ്കുവഹിച്ചവരെല്ലാവരും കൂടിയിരുന്നാണ് സ്റ്റാൻലി ഈ ഭരണഘടനയും ഈ അവകാശങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുത്തത്. അതുകൂടി പറയണ്ടേ അണ്ടർ സെക്രട്ടറി? ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത്? ഈ വാഴക്കുലയ്ക്ക് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചിട്ടോ അത് എങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടതെന്നോ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. തൻ്റെ യൂട്യൂബിൽ വന്നിരുന്നു കൊണ്ട് അതിവിദഗ്ധമായിട്ട് നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. പക്ഷേ ഫൗണ്ടേഷനിൽ ഒന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെ വാഴക്കുല മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ഭരണഘടന വന്നിട്ട് അദ്ദേഹം പറയും ഞങ്ങളുണ്ടാക്കി, സ്റ്റാൻലി ക്രിസംഗി എന്നാണ് പറയുന്നത്. ഈ ഞങ്ങൾ ആരാണെന്ന് എനിക്കിപ്പോഴും പിടികിട്ടില്ല. ഞാനും ഒരു ഇന്ത്യൻ പൗരനാണ് എന്നുള്ള കാര്യമെങ്കിലും അദ്ദേഹം പരിഗണിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് പോലെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത എല്ലാവരും കൂടി കടത്തുന്നയിൽ ഇരുന്നല്ല ബിഡിയും വലിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന എഴുതിയത്. അതിനെപ്പറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ 1906 സ്വരാജിനുള്ള ഡിമാൻഡ് മുതൽ 1950 ജനുവരി 26 വരെ ഈ ഭരണഘടന നിർമ്മാണവുമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്ന് പറയേണ്ടി വരും. അത് പറയാൻ ഇപ്പോൾ എന്തായാലും സമയം അനുവദിക്കുന്നില്ല. ഇനി നമുക്ക് വരേണ്ടത് ഭരണഘടന പരമായിട്ട് എങ്ങനെയാണ് ട്രൈബ്യൂണലുകൾ ഉണ്ടാക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ട്രൈബ്യൂണലുകൾ ഉണ്ടാക്കപ്പെടുന്നത് എങ്ങനെ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 323 എയും ബിയുമാണ്. അതിലെ എ പ്രകാരമാണ് നമ്മുടെ വാഴക്കുല പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉണ്ടാക്കപ്പെടുന്നത്. അത് ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആർട്ടിക്കിൾ 323 ബി പ്രകാരമാണ് ഗ്രീൻ ട്രൈബ്യൂണൽ ഉണ്ടാക്കപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഉണ്ടാക്കപ്പെട്ടത്. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 214 പ്രകാരം ഈ ഹൈക്കോടതിയുടെ അടിയിലാണ് ബാക്കി സബോർഡിനേറ്റ് കോടതികൾ, അതായത് മുനിസിപ്പൽ കോടതി ആയാലും സബ് കോടതി ആയാലും ജില്ലാ കോടതി ആയാലും ഇങ്ങനെയുള്ള കോടതികളൊക്കെ വരുന്നത് സബോർഡിനേറ്റ് ആ ലിസ്റ്റിലാണ്. അപ്പോൾ അവയ്ക്കും ഭരണഘടനയും ആയി ബന്ധമുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടായ ഹൈക്കോടതിയുടെ സബോർഡിനേറ്റ് കോടതികളാണ് ഈ പറഞ്ഞ കോടതികളൊക്കെ. അപ്പോൾ അവയ്ക്കും ഭരണഘടനാപരമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഈ വഖഫ് ട്രിബ്യൂണൽ എന്ന പ്രതിഭാസത്തിന് അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ഹൈക്കോടതിയിൽ ഈ വാഴക്കുല പറയുന്നത് പോലെ ഒരു ദേവസ്വം ബെഞ്ച് ഇല്ല. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ വരുന്നു, അത് കൈകാര്യം ചെയ്യുന്ന, അതിനെ പറയുന്ന ദേവസ്വം ബോർഡ് പെറ്റീഷൻ എന്നാണ്. അത് കൈകാര്യം ചെയ്യുന്ന ബെഞ്ചിനെ നമ്മളൊക്കെ ദേവസ്വം ബെഞ്ച് എന്ന് വിളിക്കുന്നതല്ലാതെ ഒരു ദേവസ്വം ബെഞ്ച്
കേരള ഹൈക്കോടതിയിൽ ഇല്ല. കൂടാതെ ഈ ദേവസ്വം ബെഞ്ച് എന്ന് വാഴക്കുല പറയുന്ന ആ ബെഞ്ച് അത് ഏത് ബെഞ്ചായാലും അവർക്ക് ഡയറക്റ്റായിട്ട് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്തു സംബന്ധമായ കേസുകൾ കേൾക്കാനോ വിധി പറയാനോ സാധ്യമല്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ക്വസ്റ്റ്യൻ ഓഫ് ഫാക്റ്റാണ്. അതിനു വേണ്ടിയിട്ട് ഒരാൾ സിവിൽ കോടതിയെ തന്നെ സമീപിക്കേണ്ടതാണ്. അവിടെയും വന്നിട്ട് ഈ വാഴക്കുലയുടെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെയല്ല വഖഫ് ട്രൈബ്യൂണൽ. വഖഫ് ട്രൈബ്യൂണൽ ഉണ്ടാക്കപ്പെട്ടത് ഈ ഏതെങ്കിലും ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരം അതിനടിയിൽ അല്ല. ഇത് ഉണ്ടാക്കപ്പെട്ടത് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആ നിയമങ്ങളെല്ലാം ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകമാണ്. അങ്ങനെ ഉണ്ടാക്കപ്പെട്ട ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന വഖഫ് ബോർഡ് അവയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് വീണ്ടും വഖഫ് ട്രൈബ്യൂണലിലേക്ക് പോകുന്നത്. അപ്പൊ എന്താണ് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത്? എല്ലാവരും വിചാരിക്കും ദേവസ്വം ബോർഡ് പോലെയുള്ള മുസ്ലിങ്ങളുടെ ഒരു ബോർഡാണ് വഖഫ് ബോർഡ്. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് വഖഫ് ആക്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊരു ബോഡി കോർപ്പറേറ്റ് ആണ്. എൻ്റെ അർത്ഥം എന്താ? ഒരു കമ്പനിയുടെയോ ഒരു കോർപ്പറേഷനെയോ തുല്യമായ ഒരു സംവിധാനം. അത്തരം കേസുകൾ, കമ്പനിയുടെ കേസുകൾ കേൾക്കേണ്ട ഒരു കോടതി എന്ന് പറയുന്നതാണ് ഈ വഖഫ് ട്രൈബ്യൂണൽ. അതിനാണ് വന്നിട്ട് ഭരണഘടനയെക്കാളും കൂടുതൽ അവകാശങ്ങളും അധികാരങ്ങളും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഒരു വഖഫ് ട്രൈബ്യൂണൽ ഉണ്ട് എന്നുള്ളത് സത്യം. അവിടെ ആരൊക്കെയാണ് ഇരിക്കുന്നത്? ഈ വാഴക്കുല പറഞ്ഞതുപോലെ വിളിച്ചു പറയും എല്ലാവർക്കും. അവിടെ ഒരു ജില്ലാ ജഡ്ജിയാണ് ഇരിക്കുന്നത്. അദ്ദേഹം ഹിന്ദുവാണ്, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, അദ്ദേഹം മുസ്ലിം അല്ല. എന്തിനാണ്? ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് കാലാകാലങ്ങളിലായി വഖഫ് ട്രിബ്യൂണലിൽ നിയമിക്കപ്പെടുന്നത് നോൺ മുസ്ലിംസ് തന്നെയാണ്. രണ്ടാമത്തെ വ്യക്തി ആരാണ്? നമ്മുടെ ഹാർഡ് ഏൺ മണി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്വത്തിന്റെ ആരുടെയും തീരുമാനിക്കുന്ന അടുത്ത ആളാരാണ്? സപ്പോസ് ഒരാൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാൾക്ക് LDC ആവാം. അദ്ദേഹത്തിന് ഡൈനിങ് ഹാർമസിൽ ജോലി കിട്ടും നല്ല പ്രായത്തിൽ. അദ്ദേഹം പ്രൊമോഷൻ കിട്ടി ADM ആവും. അദ്ദേഹത്തിനെ പിടിച്ച് അവിടെ ഇരുത്താം. ഇതിനാണ് നമ്മുടെ വിധി പ്രഖ്യാപിക്കുക. മൂന്നാമത് അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് ഒരു നിയമജ്ഞൻ എന്നേ പറഞ്ഞോളൂ. ഒരു മുസ്ലിം മത നിയമജ്ഞൻ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. മനഃപൂർവ്വം അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടല്ല. അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടും. അദ്ദേഹവും ഒരു മുസ്ലിം ആകണമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ മുസ്ലിം മത പണ്ഡിതൻ എന്ന് പറയുന്നത് ഇൻവേരിയബിളി ഹാസ് ടു ബി എ മുസ്ലിം. മറ്റാരും തന്നെ ഈ ഇസ്ലാമിക നിയമം പഠിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ട ഒരു കമ്പനിയുടെ കമ്പനി കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട വഖഫ് ട്രിബ്യൂണൽ ഒരു LLB, അതിൽ രണ്ടുപേർക്ക് ഒരു LLB ക്വാളിഫിക്കേഷൻ വേണമെന്ന് ഒരു എടുത്ത് പറയുന്നില്ല. എങ്കിൽ വീണ്ടും മനസ്സിലാക്കാമായിരുന്നു. അപ്പോ ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ വസ്തു നമ്മൾ പോലും അറിയാതെ വഖഫ് ബോർഡ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ സമീപിക്കേണ്ട സംവിധാനം. അടുത്തതെന്താണ്? ഈ സംവിധാനത്തിന് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. രണ്ടാമതായി പറയുന്നു ഇതിന്റെ വിധി അന്തിമമായിരിക്കും. ഇതിനെതിരെ നിങ്ങൾക്ക് അപ്പീലിൽ പോകാൻ കഴിയില്ല. വാഴപ്പുര പറഞ്ഞത് എന്താണ്? കോടതികളിൽ എത്തുന്നതിന് മുമ്പേ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനം. ഇവിടെ അപ്പീലബിൾ അല്ല വഖഫ് ട്രൈബ്യൂണലിൽ. അതിന്റെ ഡിഗ്രിക്ക് വന്നിട്ട് ഒരു സിവിൽ കോടതിക്ക് തത്തുല്യമായ, സിവിൽ കോടതിയുടെ ഡിഗ്രിക്ക് തത്തുല്യമായ വില ഉണ്ടായിരിക്കും. അതിന്റെ എക്സിക്യൂഷൻ വരുമ്പോൾ വീണ്ടും എടുത്തിട്ട് സിവിൽ കോടതിക്ക് കൊടുക്കും. കാരണം എന്താണ്? സിവിൽ കോടതി വിളിച്ചാലേ പോലീസ് വരും, പിടിവെക്കും. അവർക്ക് അതിനുള്ള അധികാരമില്ല. ഇതുകൊണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ട്രൈബ്യൂണലിന്റെ വിധി അപ്പീലബിൾ അല്ല എന്നും ഈ പൊട്ടൻ പറയുന്നേയില്ല. ഇതൊക്കെയാണ് സമർത്ഥമായി കള്ളം പറയാനുള്ള കഴിവ്. എനിക്ക് തീർച്ചയായിട്ടും ആ കഴിവില്ല. ഒരു സിവിൽ കോടതിയിലാവുമ്പോൾ സിവിൽ പ്രൊസീജിയർ കോഡ് ബാധകമാണ്. അത് മെയിൻലി വന്നിട്ട് ജുറിസ്ഡിക്ഷൻ, പാർട്ടീസ് ടു എ സ്യൂട്ട്, പിന്നെ അപ്പീൽ, സമ്മണിങ് ഓഫ്
ഡിഫൻഡൻസ്, പാർട്ടീസ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ പറ്റി അപഗ്രഥിക്കുന്ന, നിർവചിക്കുന്ന നിയമമാണ് സിവിൽ പ്രൊസീജിയർ കോഡ്. പക്ഷേ വഖഫ് ട്രൈബ്യൂണലിന്റെ കാര്യത്തിൽ സിവിൽ പ്രൊസീജിയർ കോഡ് ബാധകമല്ല. അതിന് ബാധകം പ്രിസ്ക്രൈബ്ഡ് റൂൾസാണ്. അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമതായിട്ട്, ഈ ട്രൈബ്യൂണലിൽ വന്നിട്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ബാധകമല്ല എന്നുള്ള പരമമായ സത്യമാണ്. എന്താണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പരിശോധിക്കാം. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ നമ്മളൊരു രേഖ, ഒരു തെളിവായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ റിലവൻസി എന്താണ്, എന്തൊക്കെയാണ് തെളിവ്, അതുപോലെ എങ്ങനെയാണ് ഒരു തെളിവ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ എഫക്റ്റ് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള പരമപ്രധാനമായ വിഷയങ്ങളാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു സിവിൽ കേസിലാണെങ്കിൽ നമ്മുടെ പ്രമാണങ്ങളായിരിക്കും മിക്കവാറും പ്രാധാന്യം അർഹിക്കുന്ന തെളിവുകൾ. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ബാധകമല്ലാത്ത വഖഫ് ട്രൈബ്യൂണലിൽ നിങ്ങളുടെ പ്രമാണത്തിനോ കരം തീർന്ന രസീതിനോ പട്ടയത്തിനോ ഒക്കെ പുല്ലുവലി. ബർഡൻ ഓഫ് പ്രൂഫ് നിങ്ങൾക്കാണ്, ബട്ട് യു ഡോണ്ട് ഹാവ് എനി പ്രൂഫ് വിത്ത് യു. വെൻ ഡു യു ഹാവ് ഇറ്റ്, യു കാൻ പ്രൊഡ്യൂസ് ഇറ്റ് എന്നുള്ളതാണ് ഫാക്ട്. എന്ത് രക്ഷിക്കോ? വഖഫ് ബോർഡിന് ബർഡൻ ഓഫ് പ്രൂഫ് ഇല്ല. അവർക്ക് ക്ലെയിം ചെയ്താൽ മാത്രം മതി. ഇഫ് ദേ ഹാവ് റീസൺസ് ടു ബിലീവ്, അവർക്കൊരു സംശയം തോന്നിയാൽ മതി ഇതൊരു വഖഫ് പ്രോപ്പർട്ടി ആണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1995 ഇപ്പോഴുള്ള ആക്ട് നിലവിൽ വരുന്നതിന് തൊട്ട് തലേ ദിവസം വരെ വന്നിട്ട് ഒരു തർക്കമുള്ള പക്ഷം രണ്ടുപേരും ഈക്വൽ കക്ഷികളായിട്ട്, വഖഫ് ബോർഡും നമ്മളും ഒരേപോലെ സിവിൽ കോടതിയിൽ പോയിട്ട് വാദിയും പ്രതിയുമായിട്ട് തുല്യ അവകാശത്തോടുകൂടി അവരവർക്കുള്ള എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്ത് കേസ് ജയിക്കുകയോ തോക്കുകയോ ചെയ്യുമായിരുന്നു. ഇവിടെ വരുമ്പോൾ അവർക്ക് വഖഫ് ബോർഡിനെതിരെ ഒരു തെളിവും പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പണ്ടെങ്ങനെയായിരുന്നു? ഒരു കേസ് വന്നു കഴിഞ്ഞാൽ വഖഫ് ട്രൈബ്യൂണലിലും ഞാനും തമ്മിലൊരു കേസ് ഉണ്ടെങ്കിൽ ആദ്യം ആരെങ്കിലും ജയിക്കും, തോറ്റ ആൾ അപ്പീൽ പോവും, അങ്ങനെ ഇത് ഒരുപക്ഷെ സുപ്രീം കോടതി വരെ പോയതിന് ശേഷം ഫൈനൽ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം മാത്രമാണ് ആ കേസിലുള്ള ഡിക്രി എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ എന്ത് പറ്റുന്നു? വഖഫ് ബോർഡ് വന്നിട്ട് ചിന്തിക്കുന്നു ഇത് അവന്റെ വസ്തു വഖഫാണ്, അപ്പോഴത്തന്നെ എക്സിക്യൂഷൻ നടക്കുകയാണ്. ഇതുപോലത്തെ ഒരു ഓർഡർ എടുത്തിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കും. അതോടുകൂടി എക്സിക്യൂഷൻ നടന്നു. അതിനുശേഷമാണ് കേസ് നടത്തപ്പെടുക. എന്ത് വിചിത്രമായ ഒരു സംവിധാനമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതിനെയാണ് നമ്മുടെ 140 MLA-മാരും ഈ അമെൻമെന്റ് പാടില്ല എന്നും പറഞ്ഞ് ഒരുമിച്ച് കൈപൊക്കി. ഒരു പിടി വോട്ടിന് വേണ്ടി, വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം. അവർക്കൊന്നും ഇത് മനസ്സിലാവാത്തത് കൊണ്ടല്ല. വി.ഡി. സതീശനൊക്കെ വക്കീലെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് അവർക്കൊക്കെ ഇതറിയാം. പക്ഷേ അവർക്കൊക്കെ വേണ്ടത് വോട്ട് ബാങ്ക് മാത്രമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വഖഫ് ട്രിബ്യൂണലിൽ പ്രിസ്ക്രൈബ്ഡ് റൂൾസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. സിവിൽ പ്രൊസീജിയർ കോഡ് ബാധകമല്ല, ഇന്ത്യൻ എവിഡൻസ് ആക്ടും ബാധകമല്ല. പക്ഷെ അവർക്കൊരു പ്രിസ്ക്രൈബ്ഡ് റൂൾസ് ഉണ്ട് എന്നാണ് അതിൽ വഖഫ് ആക്ടിൽ പറയുന്നത്. അങ്ങനെ ഞാൻ ഈ പ്രിസ്ക്രൈബ്ഡ് റൂൾസ് എന്താണെന്ന് തപ്പിപ്പോയപ്പോൾ വഖഫ് ബോർഡിന്റെ വെബ്സൈറ്റിൽ പോലും അതിനെക്കുറിച്ചിട്ട് യാതൊരു സൂചനയും ഇല്ല. വീണ്ടും ഞാൻ അതിനുള്ള ശ്രമം തുടർന്ന് വരികയാണ്. അങ്ങനെ ഞാൻ ചെന്നെത്തിയതാണ് 2016 BJP ഭരിക്കുന്ന സമയത്ത് നജ്മ ഹെപ്തുള്ള നമ്മുടെ മൈനോറിറ്റി വെൽഫെയർ അതിന്റെ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അവർ ഒരു മോഡൽ പ്രിസ്ക്രൈബ്ഡ് റൂൾസ് ഉണ്ടാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും അയച്ചു. എന്നിട്ട് പറഞ്ഞു ഇതൊരു മോഡലാണ്, ഇതിൽ നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തി നിങ്ങളുടേതായ കുറച്ച് പ്രിസ്ക്രൈബ്ഡ് റൂൾസ് ഉണ്ടാക്കാം. അപ്പോൾ നാം മനസ്സിലാക്കണം, വഖഫ് ട്രൈബ്യൂണലിൽ നിലനിൽക്കുന്ന ഈ പ്രിസ്ക്രൈബ്ഡ് റൂൾസ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിലും വ്യത്യാസപ്പെട്ടതാകാം. അതിൽ പറയുന്നു വഖഫ് ആക്ടിന്റെ പാർട്ട് 3 പറയുന്ന നിയമങ്ങളല്ലാതെ ഉള്ള ബാക്കി എല്ലാ റൂൾസും വഖഫ് റൂൾസും ഉണ്ടാക്കേണ്ടത് അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ്. ഒരു വഖഫ് ട്രിബ്യൂണൽ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനിക്കും. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ 1-2 കാര്യങ്ങൾ BJP ഭരിക്കുന്ന സമയത്ത് പോലും എന്നെ പലരും
സംഘി എന്നും കൃസംഘി എന്നും സഖാവെന്നും, എൻ്റെ പേര് സ്റ്റാലിനോട് സഖാവെന്ന് വിളിക്കുന്നവരുമുണ്ട്. എൻ്റെ അച്ഛൻ പണ്ട് കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ചിരുന്നതുകൊണ്ട് എന്നെ കോൺഗ്രസ്സുകാരനായിട്ട് കാണുന്ന വ്യക്തിയുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് ഒരു രാഷ്ട്രീയവുമില്ല. ആര് ശരി പറയുമോ ആ പക്ഷത്താണ് ഞാൻ. കാരണം ഇന്ത്യൻ ഭരണഘടന എനിക്ക് അനുഭവിച്ചു തന്നിട്ടുള്ള ഒരു മൗലികാവകാശമാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം. അത് ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ കൊണ്ടുവയ്ക്കാൻ ഞാൻ തയ്യാറല്ല തന്നെ. ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ അഭിപ്രായം നിഷ്പക്ഷമായിട്ടും സത്യസന്ധമായിട്ടും എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ഞാൻ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്നെ സംഖ്യയാക്കിയതുകൊണ്ടോ കുസംഖ്യയാക്കിയതുകൊണ്ടോ എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി ഞാൻ കണ്ട് അത്ഭുതപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു. എ പേഴ്സൺ ഷാൽ നോട്ട് ബി ക്വാളിഫൈഡ് ഫോർ അപ്പോയിന്റ്മെന്റ് ആസ് എ മെമ്പർ അണ്ടർ ക്ലോസ് സി ഓഫ് സബ്സെക്ഷൻ 4 ഓഫ് സെക്ഷൻ 83, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ തലേക്കെട്ടേണ്ട കാര്യമാണ് പറയുന്നത്. Unless he possess master's degree in Islamic studies. ഇതിനെയാണ് നമ്മുടെ വാഴക്കുല സമർത്ഥമായിട്ട് നിയമജ്ഞൻ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടത്. ഓ ഉറുദു, പെർഷ്യൻ, അറബിക്. അടുത്തതായിട്ട് പറയുന്നതാണ് വളരെ വിചിത്രവും ഭയപ്പെടുത്തുന്നതും. ഇതാണോ ഇന്ന് കേരളത്തിലെ വഖഫ് ട്രൈബ്യൂണലിൽ ഉള്ള പ്രിസ്ക്രൈബ്ഡ് റൂൾസ് എന്ന് എനിക്ക് അറിയില്ല. കാരണം ഇവരെ ഈ വാഴക്കുലയെ പോലെയുള്ളവരൊക്കെ വിളിച്ചു പറയാറുണ്ടല്ലോ, എല്ലാം ഹിന്ദുക്കളാണ്, ഡിസ്ട്രിക്ട് ജഡ്ജാണ്, മറ്റാണ് മറിച്ചാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നു. പക്ഷെ ഇതും കൂടെ കേൾക്കണം നമ്മൾ. ഫൈനൽ ഹിയറിംഗ് ഓഫ് എനി മാറ്റർ ഷാൽ ടേക്ക് പ്ലേസ് ബിഫോർ ദ ഫുൾ ബെഞ്ച്. അതായത് ഈ ഡിസ്ട്രിക്ട് ജഡ്ജിയും ADM-ഉം തലേക്കെട്ടനും കൂടെ ചേർന്നുള്ള ഫുൾ ബെഞ്ചിലായിരിക്കും ഒരു കേസിന്റെ ഫൈനൽ മാറ്റർ കേൾക്കുക. അടുത്തതായി, ഇൻ കേസ് ഓഫ് ഡിവിഷൻ ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് ദ ട്രിബ്യൂണൽ, decision of the majority of the members of the tribunal shall prevail. അങ്ങനെയുണ്ട്. ഡിസ്ട്രിക്ട് ജഡ്ജൊക്കെ ഇരിക്കുന്നു എന്ന് പറയുന്നു. ഒരു വിഷയത്തില് ഡിവിഷൻ ഓഫ് ഒപ്പീനിയൻ വന്നു കഴിഞ്ഞാൽ, സപ്പോസ് ഡിസ്ട്രിക്ട് ജഡ്ജി ഒരു കാര്യം പറയുന്നു, അടുത്ത തലേക്കെട്ടനും ADM-ഉം കൂടി മറ്റൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ജഡ്ജി വന്നിട്ട് സൈഡ് ലൈൻ ചെയ്യപ്പെടും. അപ്പോൾ ADM-ഉം ഈ കെട്ടനും കൂടെ എടുക്കുന്ന തീരുമാനമായിരിക്കും നിങ്ങളുടെ വിധി നിർണയിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഒരു മോഡൽ പ്രിസ്ക്രൈബ്ഡ് റൂൾസ് ആണെങ്കിൽ പോലും ഉണ്ടാക്കിയ BJP-യാണ്. എന്നിട്ട് ഇതാണ് എഴുതി വച്ചിരിക്കുന്നത്. ജഡ്ജിയെ പിടിച്ച് അവിടെ ഒരു നോക്കുകുത്തിയാക്കി ഇരുത്തിയാൽ മതി എന്നും കൂടി ഒരു ഡയറക്ഷനാണ് ഇതിൽ കിടക്കുന്നത്. നമ്മുടെ ഗതികേടെന്നല്ലാതെ എന്ത് പറയാനാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ വാക്കുകൾ കിട്ടുന്നില്ല. അടുത്തതായി പറയുന്നു, മാറ്റേഴ്സ് അതർ ദാൻ ഫൈനൽ ഹിയറിംഗ് മേ ബി എന്റർടൈൻഡ് ബൈ എ സിംഗിൾ മെമ്പർ ഓർ 2 members ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ തേർഡ് മെമ്പർ. അപ്പോൾ ഫൈനൽ ഹിയറിംഗ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാ മാറ്ററും ആരെങ്കിലുമൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ വന്നിട്ട് 2 അംഗ ബെഞ്ചോ സിംഗിൾ ബെഞ്ചോ കേൾക്കും. അത് നിങ്ങളെ കഷ്ടകാലത്തിനാണെന്നുണ്ടെങ്കിൽ 2 പേരും ഡിസ്ട്രിക്ട് ജഡ്ജിയും ഈ ADM-ഉം ഇല്ലെങ്കിലും ഒരുപക്ഷെ തലേക്കെട്ട മാത്രമായിരിക്കും നിങ്ങളെ വിധി. ഒരു ഫൈനൽ അല്ല, ഒരു ഇന്റർവ്യൂ ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കുകയാണ് എങ്കിൽ അതിൽ തീരുമാനം എടുക്കുന്നത് അതിലേതെങ്കിലും ഒരു വ്യക്തിയും ആയിരിക്കാം എന്നാണ് ഈ മോഡൽ പ്രിസ്ക്രൈബ്ഡ് റൂൾസ് പ്രിപ്പയർഡ് ബൈ ദ BJP ഗവൺമെന്റ് ഇൻ 2016 പറയും. അപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക, വഖഫ് ബോർഡ് നിങ്ങളിൽ കണ്ണുവെച്ച് കഴിഞ്ഞാൽ കയർ കൊണ്ട് ഈ അറവുശാലയിലേക്ക് മൃഗങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ കഴുത്തിൽ കുരുക്കിട്ട് നേരെ വലിച്ചുകൊണ്ട് വഖഫ് ട്രിബ്യൂണലിലോട്ട് പോകും. എന്തിനാണെന്നറിയാം? കശാപ്പ് ചെയ്യും. ഇതാണ് ഈ 1995 വഖഫ് ആക്ടിന് കീഴിലുള്ള ഈ വഖഫ് ട്രിബ്യൂണൽ എന്ന സംവിധാനത്തിൽ നടക്കുന്നത്. ഇതിനെയാണ് ഇത് ഭരണഘടനാപരമാണ് എന്ന് നമ്മുടെ രാഷ്ട്രീയ ഭേദമന്യേ 140 MLA-മാരും കൂടി ഒരേ സ്വരത്തിൽ നമ്മുടെ അസംബ്ലിയിൽ വെച്ച് പ്രഖ്യാപിച്ച് ഇത് കൊണ്ടുവരാൻ പോകുന്ന അമെൻമെന്റ് പിൻവലിക്കണമെന്ന് മോഡിയെ അറിയിക്കുന്നു. നമ്മുടെ ഗതികേടാണെന്നല്ലാതെ ഇതിനപ്പുറം എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾ അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു അവഗാഹം നേടിയിരിക്കണം. കാരണം ഏത് നിമിഷമാണ് വഖഫ് എന്ന ഇടിത്തി നിങ്ങളുടെ തലയിൽ വന്ന് വീഴുന്നതെന്ന് ഈശ്വരന് മാത്രമേ അറിയാവൂ. നന്ദി, നമസ്കാരം.